നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. എന്ത് നമ്മൾ മെയിനായിട്ട് ഒരു ഇത് കിട്ടിയാൽ അത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ടാക്കലാണ് ചെയ്യുന്നത്. പക്ഷേ ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ടാക്കുകയാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള വേർഡ് ഒരേപോലത്തെ വേർഡാണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ടാക്കൽ നടക്കുകയുള്ളൂ. പക്ഷേ ഇതേപോലെ PVC പൈപ്പ് 25 mm തിക്ക്, അതേപോലെ തന്നെ അടുത്തത് PVC പൈപ്പ് 12 mm തിക്ക്, അങ്ങനെ പറയുമ്പോൾ അതിന് ഞാൻ എക്സാമ്പിളാട്ടോ കൊടുത്തിട്ടുള്ളത്, എക്സാമ്പിളായിട്ടുള്ള വേർഡ്. അപ്പോൾ Ctrl+E ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമുക്ക് കിട്ടും. ആദ്യത്തെ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ Ctrl+E. ഫോർ എൻ എക്സാമ്പിൾ, നമ്മളിപ്പോൾ PVC പൈപ്പ് 25 mm തിക്കിൽ PVC പൈപ്പ് ഒരു മെറ്റീരിയൽ എന്ന കോളത്തിലിട്ട് ഒരൊറ്റ നേരി തിക്നെസ് ആണ് 25 ഇട്ടിട്ട് ആ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+E ക്ലിക്ക് ചെയ്താൽ താഴോട്ട് ആ ബാക്കിയുള്ള വാല്യൂസ് വരും. ഇനി ഫോർ എൻ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഒരു 350 സ്റ്റുഡൻസ് ഒരു റഫ്ലി ഒരു എക്സാമ്പിൾ. അതേപോലെ തന്നെ നമുക്ക് ഡിഫറൻ്റായിട്ട് 2 വേർഡ്സോ അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ QS ഷീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ടേക്ക് ഓഫ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആക്കി എഴുതിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സമയം ലാഭിക്കാം, കൺസ്യൂം ചെയ്യാം. അപ്പോൾ കുറഞ്ഞ ഡ്യൂറേഷനിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും BOQ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിതിൽ ഡിഫറൻ്റായിട്ട് ഞാൻ ആ സ്റ്റുഡൻസ് എന്നുള്ള ഭാഗം ഇപ്പോൾ ഫ്രണ്ടത്തെ വാല്യൂസ് മാറ്റുന്നുണ്ട്. ആ ഫ്രണ്ടത്തെ വാല്യൂ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് 350 സ്റ്റുഡൻസ്, 250 ടീച്ചേഴ്സ് ആൻഡ് 450 ബുക്സ് എന്ന് കൊടുത്തു. അതിൽ 350 ഞാൻ അവിടെ ഇട്ടു. അതേപോലെ തന്നെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് എഴുതി. ഇനി ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വേർഡ് മാത്രമേ താഴോട്ടും വരുള്ളൂ. പക്ഷേ ഡ്രാഗ് അല്ല ഇവിടെ ചെയ്യുന്നത്. ആ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+E ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+E ക്ലിക്ക് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.